ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇത്രയും നാളും കടപ്പാടിന്റെ പേരിൽ ഒഴിവായി നടന്നു. ഇനി എനിക്ക് മനസ്സർപ്പിച്ച് പറഞ്ഞേ പറ്റൂ. എനിക്ക് വരുണ്ണ ഇഷ്ട. ഫാർമസിയിൽ നിന്ന് മരുന്ന് വാങ്ങിച്ചോണ്ട് വരണം. പ്രിസ്ക്രിപ്ഷൻ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. ഞാനൊന്ന് പോയിട്ട് വരാം. അമ്മ, പ്രിയെ തല്ലണമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. പക്ഷെ ആര് പറഞ്ഞിട്ട് അവൾ അനുസരിക്കാതായപ്പോ ഒരിക്കൽ കൂടി അവൾ അവിടെ ചെന്ന് അച്ഛന്റെ നില വഷളാവൂലെന്ന് ഓർത്തപ്പോ ഞാൻ അറിയാതെ തല്ലിപ്പോയതാ. അവള് പറഞ്ഞ സത്യ. അച്ഛനടുത്തുനിന്ന് അവളെ അട്ടിയക്കാൻ എനിക്കെന്താ അവകാശം? ഞാൻ അവളോട് മാപ്പ് ചോദിച്ചോളാം. വേണ്ട, മോള് ചെയ്തതില് ഒരു തെറ്റുമില്ല. മുത്തശ്ശി പറയുന്നത് കേട്ട് അവള് പലതും മാറി ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ അച്ഛനും അമ്മയ്ക്കും നിങ്ങൾ രണ്ടുപേരും ഒരുപോലെയാ. നിന്റെയും വരുണിന്റെയും വിവാഹം നടത്തി തരണമെന്ന് അച്ഛൻ വിചാരിച്ചത് അവളോട് ഇഷ്ടക്കുറവൊന്നും ഉണ്ടായിട്ടല്ല. അതാണ് നേരെന്ന് അച്ഛന് മനസ്സിലായതുകൊണ്ടാ. ഒരുപാട് ഒഴിഞ്ഞു മാറി നടന്നത് അമ്മേ. പ്രിയം വരുണിനെ ഒരുമിപ്പിക്കാൻ എന്നാലാവുന്നത്ര ഞാൻ ശ്രമിക്കുകയും ചെയ്തു. വരുണിനെ എന്നിൽ നിന്ന് അകറ്റി നിർത്തുന്ന ഓരോ നിമിഷവും എന്റെ മനസ്സിൽ ഞാൻ വരുണിനോട് മാപ്പ് പറയായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. വരുണിനെ എനിക്ക് മനസ്സിൽ നിന്ന് പറിച്ചു കളയാൻ പറ്റില്ല. വരുണിനെ സ്നേഹിക്കാതിരിക്കാനും പറ്റില്ല. മോളെ, ഇത്രയും നാളും കടപ്പാടിന്റെ പേരിൽ ഒഴിവായി നടന്നു. ഇനി എനിക്ക് മനസ്സർപ്പിച്ച് പറഞ്ഞേ പറ്റൂ. എനിക്ക് വരുണ്ണ ഇഷ്ട. തിരിച്ചറിഞ്ഞപ്പോ അച്ഛനമ്മ എന്നെ തള്ളിക്കളയല്ലല്ലോ ചെയ്തത്, ചേർത്ത് പിടിക്കല്ല ചെയ്തത്. അതിനേക്കാളും വലിയ പുണ്യം ഈ ലോകത്ത് എനിക്ക് വേറെ കിട്ടാനില്ലല്ലോ. നിങ്ങളുടെ കാര്യം തന്നെയാ അച്ഛന്റെ ഏറ്റവും വലിയ സങ്കടം. അച്ഛൻ അസുഖം വിട്ടുമാറിയാൽ അച്ഛൻ ആദ്യം ചെയ്തു തീർക്കുന്ന കടമയും അത് തന്നെയായിരിക്കും. അച്ഛൻ നിങ്ങളെ ഒരുമിപ്പിക്കും. രണ്ടാളും സമാധാനമായിട്ടിരിക്കെ. എന്താ മോനെ ഹോസ്പിറ്റലിലെ വിശേഷങ്ങള്? അതെ, ഒരുപാട് വിശേഷങ്ങളുണ്ട് മുത്തശ്ശി. വെറുതെ ഭ്രാന്ത് കാണിക്കരുത്. ഇനി ഒരിക്കലും അച്ഛനെ കാണില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. ഓഹോ, നീ സമ്മതിക്കില്ലല്ലേ? ഞാൻ നിനക്കവൾ അനാഥയായിരിക്കും, പക്ഷെ എനിക്കവൾ എന്റെ ഭാര്യ. എന്റെ ഭാര്യനെ തൊട്ടാം ചുട്ട് കരിച്ചളയും ഞാൻ.
വരുണിനെ എനിക്ക് മനസ്സിൽ നിന്ന് പറിച്ചു കളയാൻ പറ്റില്ല. വരുണിനെ സ്നേഹിക്കാതിരിക്കാനും പറ്റില്ല. മോളെ, ഇത്രയും നാളും കടപ്പാടിന്റെ പേരിൽ ഒഴിവായി നടന്നു. ഇനി എനിക്ക് മനസ്സർപ്പിച്ച് പറഞ്ഞേ പറ്റൂ. എനിക്ക് വരുണിനെ ഇഷ്ടാ. ഒരു കാര്യം എനിക്ക് ഉറപ്പായി മുത്തശ്ശി, ഇനി ഒരിക്കലും ഒരു കടപ്പാടിന്റെ പേരിലും ഇനി ഒരിക്കലും അയാൾ ഇനി നടന്നു നിൽക്കില്ല. ഇതല്ലേടാ മോനെ നീയും ഞാനും ഒക്കെ കാത്തിരുന്നത്. അവള് നിന്നെ സ്നേഹിക്കുന്നു, നിന്റെ കൂടെ ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതിലും മേലെ പിന്നെ വേറെ എന്താ വേണ്ടേ? ക്ഷമ കാണിക്കാൻ പറഞ്ഞത് എന്തിനാണെന്ന് മനസ്സിലായോ നിനക്ക്? ഓ മുത്തശ്ശി, അതെ, മുത്തശ്ശി പറഞ്ഞ എല്ലാ ഉപദേശങ്ങളും ഞാൻ അനുസരിച്ചിട്ടുണ്ട്. അച്ഛന്റെ അസുഖം ഒന്ന് മാറട്ടെ, അവളുമായിട്ട് ഒരുമിച്ച് ജീവിച്ചോളാൻ അച്ഛൻ ഞങ്ങളോടൊന്ന് പറയട്ടെ. മുത്തശ്ശിക്ക് ഞാനൊരു ചെലവ് ചെയ്യുന്നുണ്ട്. പിന്നെടാ, ഞാനതും കാത്തല്ലേ ഇവിടെ ഇരിക്കുന്നേ. അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. പ്രശ്നങ്ങൾ ഒതുങ്ങിയാ ഞാൻ അയാളും കൂട്ടി ഒരു യാത്ര പോകും. ഞങ്ങളുടെ കൂടെ മുത്തശ്ശി ഉണ്ടാവും. അതൊന്നും വേണ്ട. മുത്തശ്ശിക്ക് ഇപ്പോഴുള്ള കാര്യങ്ങളൊക്കെ തന്നെ ധാരാളാ. എന്തായാലും നിന്റെ മനസ്സൊന്ന് തെളിഞ്ഞല്ലോ. സന്തോഷത്തോടെയുള്ള നിന്റെ സംസാരം കേൾക്കാൻ എന്ത് രസാന്നറിയൂ. മോനെ, പ്രിയങ്ക ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ അവള് കണിമംഗലത്ത് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നീ ഫോൺ വെച്ചോ. അവിടെ നടന്നതിന്റെ ബാക്കി അവക്ക് ഞാൻ മനസ്സിലാക്കി കൊടുക്കട്ടെ. ശരി മുത്തശ്ശി. ദേവനാരായണൻ തിരുമേനി ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചോ? സ്വന്തം അച്ഛനെ കൊല്ലാൻ വേണ്ടിയിട്ടല്ലേ നീ ഇത്രയും തിടുക്കപ്പെട്ട ആശുപത്രി പോയത്? അതുകൊണ്ടാ ചോദിച്ചത്. കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. വരുണും രാധികയും തമ്മിലേ ഒന്നിക്കാൻ പോവുക. അതും നിന്റെ അച്ഛന്റെയും അമ്മയുടെയും അനുഗ്രഹത്തോടെ.